എന്നെ ദൈവമേ അതിനെ പൊടിയും കൊച്ചാണോ ഭസ്മം ഒരു പണ്ടാ അത് എവിടെ കൊണ്ട് തേച്ചു വെച്ചു? അത് തിരുമിയത് എന്റെ ദൈവം തമ്പുരാനെ, അത് തിരുമിയോ? ഇത് കൊണ്ട് ഇവിടെ വെച്ച എന്തിനാ? ഒരു കൈക്കാരം ഉടലിൽ തേച്ച് പൊടിയനെ എട്ടിന്റെ പണി കൊടുത്തല്ലോ. ഭാനുമതിയേ, നീ എന്തോടാ നിൽക്കുന്നേ? പൊടിയൊക്കെ ചേട്ടാ, അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ ഈ വെള്ളിമ വന്ന് എന്റെ ചെയ്യുന്നു. മാറി നിൽക്കാൻ അവിടെ നിങ്ങൾ അവിടെ നിൽക്കേ. ഇപ്പൊ വേദന മാറിയോ? എന്റെ ഭാനുമതി ഇങ്ങ് വിളിക്കൂ. ഭാനുമതിയെ, മുടിയും കൊച്ചാതെ മനസ്സിലായി നിങ്ങളായി ദേഹത്ത് കയറിയേക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഗിരിജയുടെ വീടിന്റെ അവിടെ എന്തിനാ ഒഴുകി വന്ന് കിടന്നത്? ഈ രണ്ടെണ്ണത്തിന് തീരുമാനം ഞാൻ ഏറ്റിട്ടില്ല. രണ്ടെണ്ണോ? എന്റെ പൈസ തരാതെ പൊടിയും കയറാങ്കി സ്വഭാവം ഞാൻ മാറ്റും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഭാനുമതി മാറി നിൽക്കാതെ എവിടെ പോയി നിൽക്കുവേ? അങ്ങോട്ട് മാറിയേക്കെ. പിന്നെ എന്റെ അരയൊരു കറുത്ത ചരട്. ചരട് ഞാൻ അന്ന് അത് എടുത്തോണ്ട് പോയിട്ട് ഒരു കല്ലിന്റെ ഇടയ്ക്ക്. എനിക്ക് ഇപ്പൊ ലണ്ടനിൽ പോണോ? എനിക്ക് ലണ്ടനിൽ പോണോ? എന്തു അവൻ പറയുന്നേ? കല്ലിന്റെ ഇടയ്ക്കൂടെ അവന് ലണ്ടനിൽ പോണോ? എവിടെ നിന്ന് വന്ന് കയറുന്നു മനുഷ്യൻ? നിങ്ങൾ ഇപ്പൊ ആരാന്നോ നോക്കാവോ? ഭാനുമതിയെ, പൈസ മേടിക്കണോ എനിക്ക്? ഈ പുല്ല് പോട്ടെ. ഭാനുമതി പറ, അതെവിടെ കൊണ്ടുവന്നു? ആ ചരട് ഏത് കല്ലിന്റെ അവിടെ കൊണ്ടുവന്നു വെച്ചാൽ എനിക്ക് അതിപ്പോ അറിയണം. കല്ലിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുവച്ചിട്ട്. കല്ലിന്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് വേറെ കാര്യം പറഞ്ഞേക്കാം. ഞാൻ സായിപ്പാന്ന്. സായിപ്പിനെ കാണുമ്പോ കവാത്ത് പറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടക്കത്തില്ല. ഞാനാ വിളിക്കി. എനിക്ക് എന്റെ പൈസ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ എവിടെ ഈ പൈസ എടുത്തോണ്ട് കൊടുക്കാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഏത് പൈസ എടുത്തോണ്ട് കൊടുക്കാൻ വെച്ചാണ് തിരുമ പൈസ ആണെങ്കിൽ നിങ്ങൾ പൊടിയങ്കച്ചാനോട് ഇപ്പൊ സായിപ്പിനെ തിരുമയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടെണ്ണത്തിനെ ഇപ്പൊ തിരുമി. രണ്ടെണ്ണത്തിനെ തിരുമിയെങ്കിലും അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ പൈസ എടുത്തില്ലയോ? പിന്നെ പറഞ്ഞത് മനസ്സിലായോ? പിന്നെ എന്റെ എന്റെ ഒരു കസ്റ്റമറിനെയാണ് ശല്യം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? ഭാനുമതി വന്നിരിക്കാൻ പറ എന്റെ അടുത്ത്. ഭാനുമതി വന്നിരിക്കാതെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുവോ? എന്തോ പൊടിയും കൊച്ചാട്ടാ, എന്തോ കാര്യം തുറന്ന് പറയണം. നിങ്ങൾ ഈ ഗിരിജയുമായിട്ടുള്ള പരിപാടി അതെന്തോ അത് ആ ഒരു ബന്ധം വേണ്ട. നീ അങ്ങനെ സംശയിക്കാതി. നിനക്ക് പണ്ട് ഓർമ്മയുണ്ടോ? ഒരു കലങ്ങിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ നിന്റെ വയറിനകത്ത് വെച്ച് എന്തോ സാധനം തൂത്ത എന്തുവായിരുന്നു? മയിൽപീലി. ഓ വാട്ട് മയിൽ? ഞാൻ കൂടെ ഒന്ന് കാര്യത്തോടെ അടുക്കുമ്പോ ഇവൻ എന്തോ പൊടിയൻ അങ്ങ് പോകുന്നത്. നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ കിടന്നേ സല്ലാപം നടത്തിക്കോ. ഞാൻ ചില മൂത്ത സായിപ്പ് വല്ല പ്രകാരം കിടപ്പുണ്ടോ നോക്കട്ടെ. ഒരു വർക്കൂടെ കിട്ടിയ അത്രയാട്ടെ. വെല്ലിമ്മ നീ എനിക്ക് വയ്യ ഇങ്ങനെ കൂടെ നിൽക്കാം. ഞാനിപ്പോ വരാം.